അതിമനോഹരമായ രൂപകൽപ്പനയാൽ ആരും ആകർഷിക്കുന്ന ക്ഷേത്രമാണ് കർണാടക ശൃംഗേരിയിലെ വിദ്യാശങ്കര ക്ഷേത്രം. പകരം വയ്ക്കാനില്ലാത്ത കാഴ്ചാനുഭവങ്ങളും വിശ്വാസികൾക്ക് ആത്മീയതയുടെയും പ്രാർത്ഥനയുടെയും മറ്റൊരു മേഖലയും കാണിച്ചു തരുന്ന വിദ്യാശങ്കര ക്ഷേത്രം ശൃംഗേരിയിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നായി മാറുന്നു. ചരിത്രത്തിന്റെ പല അടയാളങ്ങളും ഇന്നും സൂക്ഷിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം തുറക്കുന്നത് അതിശയിപ്പിക്കുന്ന പല അറിവുകളിലേക്കും കാഴ്ചകളിലേക്കുമാണ്. ഇന്നത്തെ വീഡിയോയിൽ ശൃംഗേരിയിലെ വിദ്യാശങ്കര ക്ഷേത്രത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം. ക്ഷേത്രങ്ങളുടെ നാടായ ശൃംഗേരിയിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് വിദ്യാശങ്കര ക്ഷേത്രം. അദ്വൈത വേദാന്തത്തിന്റെ ഉപജ്ഞാതാവായ ശങ്കരാചാര്യർ സ്ഥാപിച്ച ആദ്യ മഠമായ ശാരദാ മഠത്തിന്റെ പേരിലാണ് ഇവിടം കൂടുതലും പേരുകെട്ടിരിക്കുന്നത്. അതോടൊപ്പം ചിക്കമംഗളൂർ ജില്ലയുടെ ഭാഗം കൂടിയാണ് ശൃംഗേരി എന്ന പ്രദേശം. കാലങ്ങൾ നീണ്ട ചരിത്രത്താളുകളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്രമാണ് വിദ്യാശങ്കര ക്ഷേത്രത്തിന്റേത്. വിദ്യാശങ്കര സ്വാമികൾക്കായാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്നതുകൂടാതെ വിദ്യാശങ്കരൻ, അദ്ദേഹത്തിന്റെ ശിഷ്യൻ വിദ്യാരണ്യ എന്നിവയിലൂടെയാണ് ക്ഷേത്രത്തിന്റെ ചരിത്രം പുരോഗമിക്കുന്നത്. കർണാടക ചരിത്രത്തിലെ തന്നെ ഒരു ഇതിഹാസ പുരുഷനായി വിദ്യാരണ്യയെ കണക്കാക്കി പോരുന്നു. അദ്ദേഹത്തിന്റെ കാലത്താണ് തെക്കേ ഇന്ത്യയിലേക്കുള്ള മുസ്ലിം ഭരണാധികാരികളുടെ അധിനിവേശം ആരംഭിക്കുന്നത്. ഹരിഹര ബുക്ക സഹോദരന്മാരെ വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കാൻ സഹായിക്കുന്നതിൽ വിദ്യാരണ്യ നിർണായകമായ പങ്ക് വഹിച്ചിരുന്നു. വടക്കൻ മുസ്ലിം ആക്രമണകാരികളുടെ വേലിയേറ്റത്തിനെതിരെ ഹിന്ദു പാരമ്പര്യങ്ങളെയും ക്ഷേത്രങ്ങളെയും പ്രതിരോധിക്കാനുള്ള കോട്ടയായി ഇത് പ്രവർത്തിച്ചു എന്നാണ് ചരിത്രം കണക്കാക്കുന്നത്. അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്ന വിദ്യാശങ്കരന്റെ സമാധിയിൽ വിദ്യാരണ്യം നിർമ്മിച്ച ക്ഷേത്രമാണ് വിദ്യാശങ്കര ക്ഷേത്രമെന്ന് കരുതപ്പെടുന്നു. ചരിത്രകാരന്മാർക്ക് ഒരുപാട് അന്വേഷിച്ചു പോകാനുള്ള അർത്ഥതലങ്ങൾ ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒട്ടേറെ സംസ്കാരങ്ങളുടെ സ്വാധീനം ഈ ക്ഷേത്ര സംസ്കാരത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതായത് ദ്രാവിഡ, ചാലൂക്യ, ദക്ഷിണേന്ത്യൻ, വിജയനഗര നിർമ്മാണ ശൈലികളെല്ലാം കൃത്യമാവിധം കൂട്ടിച്ചേർത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. നിർമ്മാണ വിദ്യയിൽ എടുത്തു പറയേണ്ട നിരവധി പ്രത്യേകതകളുണ്ടെങ്കിലും 12 തൂണുകളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ജ്യോതിഷത്തിലെ 12 രാശികളെ കുറിക്കുന്ന 12 തൂണുകളാണിവ എന്നതുകൂടാതെ ഓരോ മാസത്തിലും ആ മാസത്തിനായി നിർമ്മിച്ചിരിക്കുന്ന തൂണിൽ സൂര്യപ്രകാശം പതിക്കുന്ന രീതിയിലുള്ള നിർമ്മാണമാണ് ഇതിനുള്ളത്. വിദ്യാശങ്കരന്റെ സമാധിക്ക് ചുറ്റിലുമായി നിർമ്മിച്ച ക്ഷേത്രത്തിന് ഒരു രഥത്തിന്റെ രൂപം തോന്നിക്കുമെന്നതുകൂടാതെ ആഡംബരത്തിൽ കൊത്തിയെടുക്കുന്ന ഒരു സ്തംഭത്തിൽ നിൽക്കുന്നത് പോലെ തോന്നിക്കുന്ന ക്ഷേത്രത്തിന് 6 കവാടങ്ങളാണുള്ളത്. എത്ര പ്രകീർത്തിച്ചാലും അധികമാകില്ല ഈ ക്ഷേത്രത്തിലെ കൊത്തുപണികളും ചിത്രപ്പണികളും ശില്പങ്ങളുമൊക്കെ. നടുവിലെ മേൽക്കൂരയുടെ സീലിംഗ് അതിമനോഹരമായ കൊത്തുപണികളാൽ സമ്പന്നമാണ് എന്നതും ഇവയെ ശ്രദ്ധേയമാക്കി മാറ്റുന്നു. ആദി ശങ്കരാചാര്യർ തന്നെ ശാരദാംബ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചതായി കരുതപ്പെടുന്ന ശാരദാംബയുടെ തകർന്ന ചന്ദന വിഗ്രഹവും ഈ ക്ഷേത്രത്തിലുണ്ട്. ഇവിടുത്തെ മുസ്ലിം അധിനിവേശ കാലത്താണ് ക്ഷേത്രത്തിന് ഇത്തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. ഇപ്പോൾ ശ്രീ വിദ്യാരണ്യ സ്ഥാപിച്ച ശാരദാംബയുടെ സ്വർണ്ണ വിഗ്രഹം ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ജ്യോതിശാസ്ത്രമനുസരിച്ചാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മിതി പൂർത്തിയാക്കിയിരിക്കുന്നത് എന്നതുകൂടാതെ ഗർഭഗൃഹത്തിൽ ദുർഗയുടെയും വിദ്യാഗണേശന്റെയും വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പത്നി സമേതരായ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെയും ശ്രീകോവിൽ നമുക്ക് കാണാൻ സാധിക്കും. വിഷ്ണു, ശിവൻ, ദശാവതാരങ്ങൾ, ഷൺമുഖൻ, കാളിദേവി എന്നിവർക്ക് പുറമെ നിരവധി മൃഗങ്ങളുടെയും ചിത്രങ്ങൾ ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കൊത്തിവച്ചിരിക്കുന്നു. വിദ്യാശങ്കര ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന ആഘോഷമാണ് വിദ്യാതീർത്ഥ രഥോത്സവം. കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷത്തിലാണ് ഈ രഥോത്സവം ആഘോഷിച്ചു പോരുന്നത്. തൃതീയം മുതൽ നവമി വരെ 7 ദിവസം ഈ ആഘോഷങ്ങൾ നീണ്ടു നിൽക്കും. നിലവിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഈ ക്ഷേത്രം സംരക്ഷിച്ചു പോരുന്നത്. കർണാടകയിലെ പുരാതന നഗരങ്ങളിലൊന്നായ ശൃംഗേരി ചിക്കമംഗളൂർ ജില്ലയുടെ ഭാഗമാണ്. കർണാടകയിലെ എല്ലാ ഭാഗത്തു നിന്നും ഇവിടേക്ക് റോഡുകളും മികച്ച യാത്രാമാർഗങ്ങളുമുണ്ട് എന്നതുകൂടാതെ ഉടുപ്പിയിൽ നിന്നും 80 കിലോമീറ്ററും ചിക്കമംഗളൂരിൽ നിന്നും 86 കിലോമീറ്ററും ബാംഗ്ലൂരിൽ നിന്നും 320 കിലോമീറ്ററും ഇവിടേക്ക് ദൂരമുള്ളതിനാൽ വളരെ എളുപ്പത്തിൽ ഇവിടെ എത്തിച്ചേരാൻ കഴിയും.